ഞാൻ കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് എങ്ങനെ വൈറലാക്കാന്നുള്ള റിസർച്ചിലായിരുന്നു. ഒരുപാട് വീഡിയോസ് ഞാൻ അനലൈസ് ചെയ്ത് നോക്കി. എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് വൈറലാവുക എന്നാണ് ഈ ഒരു വീഡിയോയോട് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലി അനൗൺസ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് എങ്ങനെയാണ് വൈറലാവുക എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ തന്നെയായിരിക്കും. നിങ്ങൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് വീഡിയോസ് ചിലപ്പോൾ 1000 വ്യൂസ് കിട്ടിയിട്ടുണ്ടാകും, 500 വ്യൂസ് കിട്ടിയിട്ടുണ്ടാകും. ചില വീഡിയോസ് മാത്രം ചിലപ്പോൾ 10K വ്യൂസിന് മേലെ പോയിട്ടുണ്ടാകും. പക്ഷേ അതിനുശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും 1000, 500 എന്നങ്ങനെ കുറഞ്ഞു വരുന്നതായി കാണാൻ പറ്റും അല്ലേ. സോ എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നും അതുപോലെ 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം ഈ ഒരു കാര്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവും. ഒരുപാട് പേര് അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ വൈറലാക്കുന്നത്. നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വൈറലായി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് ഒരുപാട് പേരിലേക്ക് റെക്കമെൻഡ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് കറക്റ്റ് വാല്യൂബിൾ ആണ് അല്ലെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവും. സോ ഏതൊക്കെയാണ് ആ ട്രിക്ക് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റിന് ചോദിക്കാം. നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാക്കാനുള്ള ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വാട്ടർ മാർക്ക് അല്ലെങ്കിൽ ലോഗോ ഇല്ലാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങൾ വാട്ടർ മാർക്ക് അല്ലെങ്കിൽ ലോഗോ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീൽസ് റീച്ച് കിട്ടില്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് റെക്കമില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു റീൽസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ വാട്ടർ മാർക്ക്, മെയിൻലി നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു വാട്ടർ മാർക്ക് കൂടുതൽ വരാറ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വീഡിയോസ് വേറെ ആരുടെയെങ്കിലും വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വാട്ടർ മാർക്ക് വരാറ്. സോ മെയിൻലി നിങ്ങൾ വാട്ടർ മാർക്ക് അല്ലെങ്കിൽ ലോഗോ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുക. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം മാറിയ ശേഷം ഏറ്റവും കൂടുതൽ വീഡിയോസ് റെക്കമെൻഡ് ആവുന്ന ട്രെൻഡിങ് ഓഡിയോ വെച്ചിട്ടാണ്. അതായത് ഒരു ട്രെൻഡിങ് ഓഡിയോ വരും, ആ ഒരു ഓഡിയോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ ട്രെൻഡിങ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾ വീഡിയോസും വൈറലാവും. സോ ട്രെൻഡിങ് ഓഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലി തന്നെ പറയുന്നത് നിങ്ങൾ ട്രെൻഡിങ് ഓഡിയോ യൂസ് ചെയ്യുക എന്നുള്ളത്. അത് മാത്രമല്ല നിങ്ങൾ ഓഡിയോ ഒറിജിനൽ ആണെങ്കിൽ അത് എൻഗേജിങ് ആണെങ്കിൽ ആ ഒരു വീഡിയോയും വൈറലാവും. സോ ട്രെൻഡിങ് ഓഡിയോ മാക്സിമം വൈറലാവും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എൻഗേജിങ് ആണെങ്കിൽ അതും വൈറലാവും. സോ 2 രീതിയിൽ നിങ്ങൾ വീഡിയോസ് വൈറലാവും. സോ മാക്സിമം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ട്രെൻഡിങ് ഓഡിയോ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങി ന്യൂ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്യില്ല. ട്രെൻഡിങ് ഓഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗിനിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ട്രെൻഡിങ് ഓഡിയോ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ട്രെൻഡിങ് ഓഡിയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റീൽസ് വീഡിയോസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലി പറയുന്നുണ്ട് കൺസിസ്റ്റൻ്റ് ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വരാം. അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡ് ആവും. നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എൻഗേജിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ആവും. സോ വളരെ ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ ആഴ്ചയിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ ക്വാളിറ്റിയുള്ള കണ്ടന്റ് മാത്രം അപ്ലോഡ് ചെയ്യുക. മാക്സിമം അല്ലെങ്കിൽ മിനിമം ആഴ്ചയിൽ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയി തന്നെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഇതൊക്കെയാണ് 3 കാര്യങ്ങൾ. അതിന് പുറമേ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് റീച്ച് കിട്ടുന്നത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു പാറ്റേണിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവും. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ അത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ശരി, നിങ്ങളൊരു കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നത് ശരി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളത് സീരിയസ് ആയി തന്നെ കാണാൻ ശ്രമിക്കുക. സോ എന്തായാലും നിങ്ങൾ 30 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ വയ്ക്കുക. അതായത് ഒരു വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് 30 ഡേയ്സ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നുള്ളത് നിങ്ങളൊരു മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പാറ്റേൺ ഉണ്ടാക്കുക. സോ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ thanks for watching.